പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ ഈ സമയം ഹാരിസൺ പാസ്റ്റർ മുന്നോട്ട് വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. അന്യശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഓരോ അഭിഷത്തിനെയും തൃക്കരം തന്നു പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. ദിവസങ്ങൾ കർത്തൃ സന്നിധാനത്തിൽ വിശ്വസ്തരെന്ന് കണ്ട് കർത്താവേ നീ ഒരുക്കപ്പെട്ടതായ പദവികൾക്ക് നേരായി ഒരുക്കപ്പെടുമ്പോൾ വിടുതലും കർത്താവേ അവരുടെ ശുശ്രൂഷ സമൂഹങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തുടർന്നുള്ള ദിവസങ്ങൾ കാണുവാൻ സ്വർഗം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എളിയ പ്രാർത്ഥനയ്ക്കും നല്ല പിതാവേ, ആമേൻ. സുവിശേഷം മോദിടം നാടുന്നു സന്തോഷമുണ്ടൊടുവിൽ പോയിടം സുവിശേഷം മോദിടം നാടുന്നു സന്തോഷമുണ്ടൊടുവിൽ കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കിലും ഓടും നിപ്പാദം തേടി കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കിലും ഓടും നിപ്പാദം തേടി കുരിശില സ്നേഹം ഓർത്തിടും നേടുക്കി ലോക സൗഖ്യം പോയിടം സുവിശേഷം മോദിടം സന്തോഷമുണ്ടൊടുവിൽ ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുക ഇടിച്ചിടമേ ഈ കോട്ട ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുക ഇടിച്ചിടമേ കോട്ട ജയമെടുത്തിടാം ജയവീരൻ വരുവാൻ താമസമില്ലിനിയേ ജയമെടുത്തിടാം ജയമെടുത്തിടാം ജയവീരൻ വരുവാൻ കാലം നടക്കുന്ന ഓർഡിനേഷൻ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തന്നെ ആയിരിക്കാൻ ദൈവം സഹായിക്കണമേ. ആദ്യോടന്തം പരിശുദ്ധാത്മാവ് നടത്ത യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹീതമായ ഈ ആത്മീയ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്നത് മിഷൻ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ജയകുമാർ അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യൻ നാഷണൽ സീനിയർ അസംബ്ലിയിൽ അദ്ദേഹം മിഷൻ ഡയറക്ടറായി വരികയും നോർത്ത് ഇന്ത്യയുടെ ഭാഗത്ത് വളരെ ശക്തമായി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി മിഷൻ വർക്കുകൾ ചെയ്ത് മുൻപ് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല ലീഡർഷിപ്പിലായിരിക്കുന്ന അനുഗ്രഹീതനായ പാസ്റ്റർ ജയകുമാർ അവരുകളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഈ യോഗത്തിലേക്ക് കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം ധന്യമായി സഹായിക്കട്ടെ. ഇന്ത്യൻ നാഷണൽ സീനിയർ അസംബ്ലിയുടെ അനുഗ്രഹീതനായ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ സിംസൺ സുന്ദരരാജ് അവരുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ, ശുശ്രൂഷകൾ, വചന ശുശ്രൂഷകൾ ഒക്കെ നമുക്കേറെ അനുഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം നമുക്ക് വലിയ അനുഗ്രഹമാണ്. പ്രാർത്ഥന മനുഷ്യനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബഹുമാന്യ പ്രസിഡന്റിനെ ഇന്ത്യൻ നാഷണൽ സീനിയർ അസംബ്ലിയുടെ ആത്മീയ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജനറൽ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ നമുക്ക് ഏവർക്കും പരിചയസമ്പന്നനായ ദൈവമനുഷ്യനാണല്ലോ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സതീഷൻസൻ അവരുകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അദ്ദേഹം നമ്മുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. ഈ യോഗത്തിലേക്ക് കർത്തൃവൃത്തിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ആമൻ കർത്താവിൻ്റെ ദാസൻ ഫ്രിജി രാജ് അവരുകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം
നമുക്കേറെ അനുഗ്രഹമാണ് ഈ യോഗത്തിലേക്ക്. കർത്തൃവൃത്തിനെ സ്വാഗതം ചെയ്യുന്നു. ബോർഡ് മെമ്പേഴ്സായിരിക്കുന്ന മറ്റെല്ലാ അനുഗ്രഹീതരായ അഭിഷക്തന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ സീനിയർ പാസ്റ്ററായ ഇന്റർനാഷണൽ സ്വീകരണ സെമിനാറിൽ വളരെ ശക്തിയുക്തം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ആറ്റുകാല സഭയ്ക്കും മറ്റ് പല സഭകൾക്കും അവൻ വളരെയധികം മുൻനിരയിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ പാസ്റ്റർ യോഹന്നാൻ അവരുകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്തൃവൃത്തിനെ ഈ യോഗത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഓർഡിനേഷൻ എടുക്കുന്ന അനുഗ്രഹീതര അഭിഷക്തന്മാർ മുൻനിരയിൽ അവൻ ഏറ്റവും നേരത്തെ വന്നിരിക്കുവാനിടയായി കുടുംബമായവരെല്ലാവരും ഇതിനകത്തുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമായിട്ട് ആമൻ ഇതിനെ ഞങ്ങൾ കാണുകയാണ്. എല്ലാ ബഹുമാന്യ ദൈവദാസന്മാർക്കും കുടുംബങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ ഈ യോഗത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിടാൻ കരങ്ങളെ അടിച്ച് നമുക്കൊരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ഇൻ്റർനാഷണൽ അസംബ്ലിയുടെ പാസ്റ്റർമാർക്കും പ്രവർത്തകർക്കും വിശ്വാസികൾക്കും കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഈ സന്തോഷമായ കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ദൈവം എനിക്കും കുടുംബത്തിനും ഇടവരുത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എൻ്റെ കൂടെ ഒരു കൊലയിലുള്ളവർ ഞാൻ മാത്രമേ ഉള്ളൂ. 5 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഞാൻ മാത്രമേ ഇന്ന് ജീവനോടെ ഉള്ളൂ. ബാക്കിയുള്ളവരും നിത്യതയിൽ പ്രവേശിച്ചു. വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ പിതാവ് നീ മദ്രാസ് പോകണമെന്ന് പറഞ്ഞു. ഡെവലപ്മെൻ്റൊന്നും ഇല്ലാത്ത പുരോഗമനമൊന്നും ഇല്ലാത്ത ഒരു നിരന്ന പ്രദേശമായിരുന്നു. അപ്പോൾ 24 സെൻറ്റ് സ്ഥലം അവിടെ ഒരു ആൻറ്റി മൂലമായിട്ട് പപ്പയുടെ സഹോദരി അവിടെ ഡോക്ടറായിരുന്നുകൊണ്ട് വാങ്ങിയ ഒരു സ്ഥലം, ഒരു ഓട് വീടും മാത്രം ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു ആരാധന. നീ ചെന്നൈയിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ ചെന്നൈയിലെ മദ്രാസാണ്. വൈകുന്നേരത്ത് 6 മണിക്ക് കയറിയാൽ അടുത്ത ദിവസം 6 മണിക്ക് വൈകുന്നേരത്ത് മദ്രാസ് എഗ്മോർ സ്റ്റേഷനിൽ പോയി ഇറങ്ങാം. അങ്ങനത്തെ പരിപാടി. അവർ ഇരുവരും ഭാര്യയും ഭർത്താവും കർത്തരിട്ട് സകല കൽപ്പനകളിലും എലിസബത്തും സക്കരിയാവും 2 പേരും ആവിക്കുറി ആത്മീയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർകൾ, പുരോഹിത കുടുംബത്തിലെ പിറന്നവർകൾ. അവർ ഇരുവരും എന്ന് പറയുന്നത് കൊണ്ട് അവർ ഇരുവരും കർത്തരിട്ട എല്ലാ കൽപ്പനകളും പ്രമാണത്തിലെല്ലാം ആചരിച്ചവരാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, നിങ്ങൾ എങ്ങനെയാണ് അവർ ഇരുവരും എന്ന് പറയുമ്പോൾ പാഷനെ പറ്റി പേശണ്ട, ഒരബദ്ധം എല്ലാ മനുഷ്യനും പറ്റും, അങ്ങനെ പറ്റിപ്പോയതാണ് എന്ന് വിചാരിക്കേണ്ട. ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥനാ മനുഷ്യരായി ഇരിക്കുക, പ്രാർത്ഥിക്കുന്നവരായിരിക്കുക. അതാണ് നിങ്ങളുടെ ബലവും അനുഗ്രഹങ്ങളും. സിയോനെ ഉണരുക 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 എന്ന് യെശയ്യാ പ്രവചനത്തിൽ, സിയോനെ ഉണരുക ഉണരുക. സിയോൻ ഉണരവേണ്ടിയത് ആവശ്യം. ഒരു പാട്ടുണ്ട്, സിയോനുക്കായതോ ശീഘ്രത്തിൽ ശ്രീയേശുരാജനും തോന്നിടുവാർ. സിയോൻ അസംബ്ലിയിൽ നാം എല്ലാം അംഗത്തിനറായിരിക്കുന്നത് കൊണ്ടും ഞങ്ങൾ ബ്രാഞ്ച് സഭകളിലും വിശ്വാസികളാകിയിരിക്കുന്നത് കൊണ്ടും സഭയിൽ പ്രവർത്തകരായിരിക്കുന്നത് കൊണ്ടും എല്ലാവരും ആക്റ്റീവായി വേല ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ദൈവം അത് കണ്ട് സന്തോഷിക്കുന്നു. കാരണം ദൈവം അവരവർക്കേറ്റ പ്രതിഫലം ദൈവം തരും. അവനവൻ ക്രിയകൾക്ക് തക്കവണ്ണം ദൈവം പ്രതിഫലം തരുന്ന ദൈവമാണ്. ഈ ലോകത്തിലും പ്രതിഫലമുണ്ട്, സ്വർഗരാജ്യത്തിലും നമുക്ക് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ ലോകത്തിൽ നാം സന്തോഷമാകിയിരിക്കണം. പോരാട്ടങ്ങൾ വരും, പ്രശ്നം വരും, എല്ലാം വരും. എന്നാലും അത് നാം വലുതായിട്ട് എടുക്കേണ്ട. യെസ്സറിലൊരു വാക്യമുണ്ടല്ല, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ജനം. അങ്ങനെ ഒരു ഡയലോഗ് ഇവിടെ നവോമി പറയുകയാണ്. അതുകൊണ്ട് അവരുടെ സന്തതി അവരുടെ സന്തതി മൂലമായിട്ട് ഓബേദ് വന്നത്, ഓബേദിൻ്റെ മൂലമായിട്ട് ഇസായി വന്നത്, ഇസായിയുടെ
മകനായിട്ട് ദാവീദ് വന്നത്. ദാവീദൻ ഗോത്രത്തിൽ നമ്മുടെ രക്ഷകരായ യേശു ക്രിസ്തു പിറന്നു പറയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ തലമുറയിലും യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നാം എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ചേർന്ന് അവർ ഉയർത്തുവാൻ തക്കവണ്ണം നമ്മെ പ്രയത്നിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മുടെ ഓർഡിനേഷൻ എടുക്കാൻ പോകുന്ന ദൈവദാസന്മാരെ പരിചയപ്പെടുത്തുന്ന ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ നിർവഹിക്കാൻ കർത്താവിൻ്റെ ദാസൻ പ്രജിരാജ് അവറുകളെ മുന്നോട്ട് ക്ഷണിക്കും. പാസ്റ്റർ സുനിൽ സുന്ദർ പോൾ, ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ സ്ഥാപക പ്രസിഡൻ്റായ പാസ്റ്റർ തീമത്തി സ്റ്റീഫൻ്റെ കൊച്ചുമകനും നിലവിലെ പ്രസിഡൻ്റായ പാസ്റ്റർ സിംസൺ സുന്ദർ രാജിൻ്റെ മൂത്ത മകനുമാണ് പാസ്റ്റർ സുനിൽ സുന്ദർ പോൾ. പാസ്റ്റർ എച്ച് വത്സല 1/6/2000 INSDയുടെ പ്രവർത്തകനായി അംഗീകരിച്ചു. പാസ്റ്റർ പുഷ്പരാജ് 5/4/2003 INSDയുടെ പ്രവർത്തകനായി അംഗീകരിച്ചു. പാസ്റ്റർ ഫ്രാൻസിസ് സെൽവരാജ് 1/3/2003 INSDയുടെ പ്രവർത്തകനായി അംഗീകരിച്ചു. തുടർന്ന് കടമ്പറയിൽ സഭാ ശുശ്രൂഷകനായും നിയമിതനായി. പാസ്റ്റർ രാജേന്ദ്രൻ 19/11/2007 INSDയുടെ പ്രവർത്തകനായി അംഗീകരിച്ചു. പാസ്റ്റർ സ്റ്റീഫൻസൺ ബി 3/3/1989 INSDയുടെ പ്രവർത്തകനായി അംഗീകരിച്ചു. പാസ്റ്റർ സ്റ്റീഫൻ എസ് 2017 INSDയുടെ പ്രവർത്തകനായി അംഗീകരിച്ചു. പാസ്റ്റർ ബാബു സി 2018 മുതൽ INSDയുടെ പ്രവർത്തകനായി. പാസ്റ്റർ ജോൺസ് പി 7/3/2013 മുതൽ INSDയുടെ പ്രവർത്തകനാണ്. പാസ്റ്റർ സനീഷ് ബാബു 2017 INSDയുടെ പ്രവർത്തകനായി അംഗീകരിച്ചു. പാസ്റ്റർ രാജേഷ് 2019 INSDയുടെ പ്രവർത്തകനായി അംഗീകരിച്ചു. പാസ്റ്റർ ഷിബു ദേവരാജ് നിലവിൽ നെല്ലിക്കാക്കുഴി സഭയുടെ സഹശുശ്രൂഷകനായി ശുശ്രൂഷിച്ചു പോരുന്നു. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കുവാനുള്ള ഏത് സന്ധ്യയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. 1 തീമോഥെയോസ് 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഒരുവൻ അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിക്കുവാൻ സമർത്ഥനുമായിരിക്കണം. തുടർന്ന് പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് കടക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടും വളരെ ദൈവകൃപയിലായിരിക്കുക. ആ ശുശ്രൂഷ നിർവഹിക്കേണ്ടതിനായി നമ്മുടെ സംഘടനയുടെ ജനറൽ വൈസ് പ്രസിഡൻ്റായി സേവനമന്വേഷിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഞാൻ വിനയപ്രദം ക്ഷണിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ കരങ്ങളെ തട്ടി ദേവദാസനെ സ്വാഗതം ചെയ്യുക. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് ശാലേംപുരി ചർച്ചിനകത്ത് വീണ്ടുമുണ്ടല്ലോ. അഗ്നിമയ രഥങ്ങളും അഗ്നിയശങ്ങളുമായിട്ട് നമ്മുടെ കർത്താവ് ഈ ആലയത്തിൻ്റെ നടുവിൽ വന്നിട്ടുണ്ട്. ദൈവദൂതന്മാരുടെ ചെറുകടി ശബ്ദം നമ്മുടെ നടുവിലുള്ള ദൈവകൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗത്തിൻ്റെ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ കർത്തദാസൻ പാസ്റ്റർ ജയകുമാർ അവർകൾ, ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പ്രസിഡൻറ്റ്, ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ സെക്രട്ടറി, ട്രഷറർ, ജോയിൻറ്റ് സെക്രട്ടറി, വിവിധ ഡിപ്പാർട്ട്മെൻ്റ് തല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസന്മാർ, സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന കർത്തൃദാസന്മാർ, സീനിയർ പാസ്റ്റേഴ്സ്, ഇന്ന് ഓർഡിനേഷൻ സ്വീകരിക്കുന്ന 12 കർത്തൃദാസന്മാർ, അവരുടെ കുടുംബം, അവരുമായി ബന്ധപ്പെട്ട് ഇന്ന് അവരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ധാരാളം മുഖപരിചയമുള്ള ദൈവദാസന്മാർ, നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ടവരും അല്ലാത്തവരുമായവർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സിഹാത്ത് ചർച്ചിലുള്ള ബ്രദർ സ്റ്റാൻലി, ഇവരെയൊക്കെ മുഖം ഞാൻ കാണുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹീതമായ ദൈവവചന ശുശ്രൂഷകൾ, ദൈവവചന ഭാഗങ്ങൾ നമ്മൾ വായിച്ച് കേൾക്കുകയായിരുന്നു. ഇതിനോട് ചേർന്ന് വലിയൊരു സന്തോഷമുണ്ട്. ഇന്ന് 12 ദൈവദാസന്മാർ ഓർഡിനേഷൻ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് പേർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്നാനപ്പെടുകയാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.
ഒരു പാസ്റ്റർ എന്ന നിലവാരത്തിൽ, ഒരു പിതാവെന്ന നിലവാരത്തിൽ ഞാൻ ഏറെ സന്തോഷമുള്ള വ്യക്തിയാണ്. എൻ്റെ മകൻ്റെ സ്നാനവും ഇന്ന് ഉച്ചയ്ക്ക് നടക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണല്ലോ. ദൈവാഭിഷേകത്തിൻ്റെ കൈമാറ്റം അവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർഡിനേഷൻ ശുശ്രൂഷ നമ്മൾ പല ഭാഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർഡിനേഷൻ എന്ന പദത്തിന് നിയമിക്കപ്പെടുക എന്നാണ് അർത്ഥമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സുവിശേഷകരായിരിക്കുന്ന വ്യക്തികളെ പ്രാർത്ഥിച്ച് കൈവച്ച് പ്രമോഷൻ കൊടുത്ത് പാസ്റ്ററാക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഓർഡിനേഷൻ എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല. അമ്മേ സ്തോത്ര. സുവിശേഷകൻ പിന്നെ പോലീസുകാരൻ ഇങ്ങനെ സീനിയോറിറ്റിയായി മൂത്ത് ഒരു സമയത്തോട് അദ്ദേഹം എസ്ഐയായി മാറുന്നത് പോലെ സുവിശേഷകരായിരിക്കുന്ന വ്യക്തികൾ ഇങ്ങനെ മൂത്ത് എന്നെ പാസ്റ്ററാകുന്ന രീതിയല്ല ഇന്ന് ദൈവത്താൽ വിളിക്കപ്പെട്ട നിങ്ങളെ കർത്താവ് കണ്ടിരിക്കുന്നു. പുതിയ നിയമത്തിൽ നമുക്കറിയാം 5 വിധ ശുശ്രൂഷകന്മാരുണ്ട്. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ഏതൊക്കെയാണ് 5 വിധ ശുശ്രൂഷകന്മാർ? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിങ്ങനെ 5 വിധത്തിലുള്ള 5 കാറ്റഗറിയിലുള്ള ശുശ്രൂഷകരെ പുതിയ നിയമം നമ്മെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിൽ ആരും ഒരാളും കുറഞ്ഞവരല്ല. എല്ലാവരും ദൈവനിയോഗത്താൽ പ്രത്യേക ദൗത്യ നിർവഹണത്തിന് വേണ്ടി കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. മണി പവർ ഉള്ളത് കൊണ്ടോ മസിൽ പവർ ഉള്ളത് കൊണ്ടോ നമുക്ക് ശുശ്രൂഷകൾ വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റത്തില്ല. ഇന്ന് ഓർഡിനേഷൻ സ്വീകരിക്കുന്ന കർത്തൃദാസന്മാരോട് എനിക്ക് ആത്മനിയോഗത്തിൽ പറയാനുള്ളത്, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നമുക്ക് തുണ നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം എന്ന പകൽ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കർത്തൃദാസന്മാർക്ക് വേണ്ടി ദൈവ അഭിഷിക്തന്മാർ ഇവിടെ കൂടി വന്നിരിക്കുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ, നമ്മുടെ മാനുഷികമായ ഒരു കരമല്ല, ഇന്ന് കർത്താവിൻ്റെ അദൃശ്യ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കൈവയ്ക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. നമുക്ക് വേണ്ടത് ഒരു അഭിഷേകമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഈ ഓർഡിനേഷൻ കഴിയുമ്പോൾ അമ്മേ സ്തോത്ര, ഈ പുഴുവിനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാട്ടെ. പുഴുവിനെ കണ്ടാൽ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പുഴുവിനെ കണ്ടാൽ നിങ്ങൾ അതിനെ സ്നേഹിക്കുമോ? അതിൻ്റെ പുറകെ പോകുമോ? അതിൻ്റെ കളർ നിങ്ങൾ നോക്കുമോ? അതിൻ്റെ വലിപ്പം നോക്കി അതിന് വർണ്ണന നടത്തുമോ? വീട്ടിലെ നിങ്ങളുടെ ഒരു ചെടിയിൽ ഒരു കരിവാപ്പലയുടെ പുറത്ത്, ഒരു ലീഫിൻ്റെ പുറത്ത് ഒരു പുഴു വന്നിരിക്കുകയാണെങ്കിൽ അതിനെ ആരും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ആ പുഴു ഒരു കൊക്കൂണിനകത്ത്, ഒരു കൂട്ടിനകത്ത് ചില ദിവസങ്ങളിരുന്ന് അതിന് രൂപാന്തരം വന്നിട്ട് വർണ്ണശലഭമായ ചിറകുകൾ പ്രാപിച്ച് ഒരു ബട്ടർഫ്ലൈ ആയിട്ട്, ഒരു ചിത്രശലഭമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നതെങ്കിൽ അതിനെ ആരും തട്ടിക്കളയത്തില്ല, അതിനെ ആരും അടിച്ചോടിക്കത്തില്ല. ആ ചിത്രശലഭത്തിൻ്റെ ചിറകുകളെ, അതിൻ്റെ മനോഹരതയെ നമ്മൾ ശ്രദ്ധിക്കുവാനിടയായിത്തീരും. ഇന്ന് പകൽ കർത്തൃദാസന്മാരുടെ മേൽ ദൈവാഭിഷേകത്തിൻ്റെ കരം വീഴുമ്പോൾ പുഴുവായ നമ്മളെ പ്രഭുവാക്കി മാറ്റുന്ന, മെതിവണ്ടിയാക്കി മാറ്റുന്ന ഒരു ദൈവ അഭിഷേകം ഇന്ന് പകൽ നമ്മുടെ മേൽ വരട്ടെ. എത്ര പേർ ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നു? ആ കരങ്ങളെ അടിച്ചൊന്ന് നമുക്ക് പ്രാർത്ഥിക്കാനോ ദൈവത്തോട് ഒന്ന് അപേക്ഷിക്കുവാനും കഴിയട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണമേ, എന്നെ ചേഞ്ച് ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്താണ് ഈ കൈവെപ്പ് കൊണ്ട് സംഭവിക്കുന്നത്? കരിക്കട്ടകളായ നമ്മളെ തീക്കട്ടകളാക്കി മാറ്റുന്നതാണ്. സ്തോത്രം. കരിക്കട്ടയെ കണ്ടിട്ടുള്ളവർ, കരിക്കട്ട കണ്ടിട്ടുള്ളവർ എന്ന് കൈവയ്ക്കട്ടെ. കരിക്കട്ട കണ്ടിട്ടുള്ളവർ. അമ്മേ സ്തോത്രം. നമ്മുടെ രാജേഷ് പാസ്റ്ററുടെ കയ്യിൽ കുഞ്ഞായിരുന്നപ്പോൾ കരിക്കട്ട കിട്ടിയാൽ എന്നാ ചെയ്യുമായിരുന്നു രാജേഷ് പാസ്റ്ററെ? പാസ്റ്റർ സത്യസന്ധമായി പറഞ്ഞു, കരിക്കട്ട അദ്ദേഹം കുഞ്ഞായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ ആ കരിക്കട്ട എടുത്ത് കാണുന്ന ഭിത്തിയിലൊക്കെ അദ്ദേഹം എലിയുടെയും പുലിയുടെയും ഒക്കെ പടം വരയ്ക്കോ. ഞാൻ ഉദ്ദേശിച്ചത്രയേ ഉള്ളൂ, കരിക്കട്ടയെ ആർക്കും പേടിയില്ല, അതിനെ ആർക്ക് വേണമെങ്കിലും ചവിട്ടാം, ആ കരിക്കട്ടയെ എടുത്ത് ആർക്ക് വേണമെങ്കിലും വലിച്ചറിയാം. എന്നാൽ ഈ കരിക്കട്ട കത്തിക്കൊണ്ടിരിക്കുന്നൊരു തീക്കകത്തേക്ക് ചെന്ന് വീണ് കഴിഞ്ഞാൽ ആ തീക്കകത്ത് കിടക്കുന്ന കരിക്കട്ടയെ ആർക്കും ചവിട്ടാൻ പറ്റത്തില്ല, ആർക്കും അതിനെ എടുക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ കരുക്കട്ടകളായ നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീയുടെ അഭിഷേകത്താൽ ഹല്ലേലൂയ കരമടിച്ചൊന്ന് പറഞ്ഞാട്ടെ. കരുക്കട്ടകളെ തീക്കട്ടകളാക്കി മാറ്റുന്ന ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് പകൽ നമ്മുടെ മേൽ സംഭവിക്കട്ടെ. തീക്കട്ടകളാക്കി മാറ്റുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം, സ്തോത്രം.
പുതിയ നിയമസഭയിൽ ശുശ്രൂഷകന്മാരെ കൈവച്ച് പ്രാർത്ഥിച്ച് ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച നിരവധി സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബർന്നബാസിനെയും ശൗലിനെയും പരിശുദ്ധാത്മ നിയോഗത്താൽ കൈവച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കൈവപ്പിനാൽ അനുഗ്രഹങ്ങളുണ്ട്. പഴയ നിയമത്തിൽ നമുക്ക് ഏറ്റവും പരിചയസമ്പന്നനായ വ്യക്തിയാണ് നൂൻ്റെ മകനായ യോശുവ. മോശ കൈവച്ച് അനുഗ്രഹിച്ചതിനാൽ 3 വിധ അനുഗ്രഹങ്ങൾ യോശുവയുടെ മേൽ കൈമാറ്റം ചെയ്യപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, യോശുവയുടെ മോശയുടെ കൈവപ്പിനാൽ യോശുവയ്ക്ക് ദൈവ ജ്ഞാന സമ്പൂർണത കൊടുക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം പാസ്റ്റർ യോഹന്നാന്റെ, പാസ്റ്റർ റോബർട്ടിന്റെ, പാസ്റ്റർ സിംസൺ സുന്ദർരാജിന്റെ കരങ്ങൾ ഈ 12 പേരുടെ മേൽ ആത്മനിയോഗത്താൽ പതിയപ്പെടുമ്പോൾ ബലഹീനതയെ തികഞ്ഞു വരുന്ന അല്പബുദ്ധികളെ ജ്ഞാനിയാക്കി മാറ്റുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ BTH ഇല്ലായിരിക്കാം, നിങ്ങളുടെ കയ്യിൽ MD ഇല്ലായിരിക്കാം, നിങ്ങളുടെ കയ്യിൽ MDHO MDO ഇല്ലായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ അദൃശ്യ കരങ്ങളാൽ ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ വ്യാഖ്യാനിക്കാനുള്ള സ്വർഗീയ ജ്ഞാനത്തെ ഇന്ന് പകൽ ദൈവം നമുക്ക് നൽകി തരുവാനായി ഈ കൈവെപ്പ് കാരണമായി തീരട്ടെ. സ്തോത്രം. യോശുവയുടെ മേൽ മോശയുടെ കൈവെപ്പുണ്ടായപ്പോൾ യോശുവയെ ദൈവം വലിയവനാക്കി ഉയർത്തുവാനിടയായി തീർന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത നിലവാരത്തിൽ ദൈവാധികാരത്തിൻ്റെ കൈമാറ്റമുണ്ടായി. അവനെ പ്രബലനാക്കി മാറ്റുവാനിടയായി. യോശുവ സാധാരണ ഒരു മനുഷ്യൻ പറഞ്ഞപ്പോൾ, സൂര്യ ചന്ദ്ര എന്ന് നിൽക്ക എന്ന് പറഞ്ഞപ്പോൾ പ്രകൃതി ശക്തികളെ പോലും പിടിച്ചു നിർത്തക്കത്ത നിലവാരത്തിൽ അവനെ ഉന്നതനാക്കുവാനിടയായി. നീ വാലല്ല തലയായി തീരുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരായ ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ദൈവസഭ ഒരുമിച്ച് ആത്മനിറവിൽ പറയുകയാണ്, ഇന്നലെ നിങ്ങൾ ആരെന്നത് ദൈവത്തിന് വിഷയമല്ല. ആത്മനിയോഗത്താൽ ഏലാ താഴ്വരയിലേക്ക് ദാവീദ് കടന്നു വന്ന് അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദ് കവണയിൽ കല്ല് വെച്ച് ഗോല്യാത്തിന്റെ നെറ്റിയിൽ എറിഞ്ഞിട്ടപ്പോൾ അവന്റെ പ്രസിദ്ധി ഉണ്ടായതുപോലെ, അവൻ ഉയർത്തപ്പെട്ടതുപോലെ ഇന്ന് പകൽ ദൈവ അഭിഷേകത്തിന്റെ കൈമാറ്റത്തിന് ദൈവം നിങ്ങൾക്ക് മാന്യതകൾ തന്ന് ഉയർത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യോശുവയ്ക്ക് കൈവപ്പിനാൽ സ്തോത്രം ലഭിച്ച അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത്, മോശയെ അനുസരിച്ചതുപോലെ എല്ലാവരും യോശുവയെയും അനുസരിക്കാനിടയായി തീർന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് ഒരു അധികാരം നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ, ദൈവത്തിൽ നിന്നൊരു അഭിഷേകത്തിൻ്റെ കൈമാറ്റം ഇന്ന് പകൽ നമ്മുടെ മേലുണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പിൽ സ്തോത്രം മറ്റുള്ളവർ കീഴ്പ്പെടത്തുള്ളൂ. ആ അധികാരം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ സിംഹത്തിൻ്റെ വായ അടയപ്പെടോ. ആ അധികാരം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ തീയുടെ ശക്തി 7 മടങ്ങ് വർദ്ധിച്ചാലോ യഹൂദ ബാലന്മാർ പറയൂ, ഞങ്ങളെ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്. ആ അധികാരം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ എത്ര വിഷപ്പാമ്പ് പൗലോസിൻ്റെ കൈമേൽ കടിച്ചു തൂങ്ങിയാലോ അതിനെ കുടഞ്ഞ് കളയുവാൻ കഴിയോ. ആ അധികാരം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര അപവാദങ്ങൾ വന്നാലോ, എത്ര കടുകുമരങ്ങൾ വന്നാലോ, എത്ര ഒറ്റപ്പെടലുകൾ വന്നാലോ, അഭിഷേകമുള്ളവൻ പ്രതിസന്ധിയുടെ മുകളിൽ കൂടി നടക്കോ. ദർശനമുള്ളവൻ അപമാനത്തിന്റെയും ഒറ്റപ്പെടലിന്റെ മുകളിൽ കൂടി ദൈവ കൃപയിൽ അവൻ ജ്വലിക്കുവാനിടയായി തീരും. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയിലെ ഈ വേർതിരിക്കപ്പെട്ട 12 അഭിഷിക്തന്മാരുടെ മേൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിന്റെ കൈവപ്പ് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ദൈവത്തിന്റെ കൈവപ്പ് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തിമത്യോസിനെ പൗലോസും ഒരു കൂട്ടം മൂപ്പന്മാരും ചേർന്ന് കൈവച്ച് അനുഗ്രഹിച്ചു. എന്നാ സംഭവിച്ചു? 2 കാര്യങ്ങൾ തിമത്യോസിൻ്റെ മേൽ പൗലോസിനാലും കൂട്ടുമൂപ്പന്മാരാലും കൈവയ്ക്കപ്പെട്ടപ്പോൾ സംഭവിച്ചു. ഒന്നാമത് ദൈവത്തിൻ്റെ വചനം പറയുന്നു, തിമത്യോസിൻ്റെ മേലുണ്ടായിരുന്ന കൃപാവരങ്ങൾ ജ്വലിച്ചു വരുവാനിടയായി തീർന്നു. നിങ്ങളുടെ സ്കിന്ന് ചുളുങ്ങിയതോ
കണ്ണിൻ്റെ കാഴ്ച മങ്ങിയതോ, നിങ്ങളുടെ തലമുടി നരച്ചതോ, അസ്ഥിയുടെ ബലം കുറഞ്ഞു പോയതോ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച മിനിസ്ട്രി തയ്യുവാൻ തടസ്സമല്ല. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു പ്രവചന ആത്മാവിൽ പറയുകയാണ്. ഈ അഭിഷിക്തന്മാരുടെ മേൽ ഏലിയാവിൻ്റെ ഇരട്ടി പങ്ക് അഭിഷേകം ഏലിശയുടെ മേൽ പകരപ്പെട്ടതുപോലെ ഇന്നലകളിൽ ഉണ്ടായിരുന്ന പ്രവചനങ്ങൾ ജ്വലിക്കട്ടെ. ഭൂതങ്ങളുടെ മേൽ അധികാരങ്ങൾ വെളിപ്പെടട്ടെ. രോഗശാന്തി നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. നിങ്ങളുടെ മേൽ വചനത്തിന്റെ വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ. ആത്മാവിന്റെ കൃപാവര ശുശ്രൂഷകളാൽ തീമത്യോസ് ജ്വലിക്കപ്പെട്ടതുപോലെ ജ്വലിച്ചു വരട്ടെ. സ്തോത്രം. കൃപാവരങ്ങൾ ലഭിച്ചു, കൃപാവരങ്ങൾ ജ്വലിച്ചു. ഇന്ന് പകൽ ഞാനൊരു സ്തോത്രം ആത്മനിയോഗത്തിൻ്റെ പ്രഖ്യാപനം നടത്തുകയാണ്. ദൈവത്തിന് ഒരാളിനെ മാറ്റാൻ അധിക സമയം വേണ്ട. ഒരാമയം പറഞ്ഞാട്ടെ. ഒരു ആളിനെ മാറ്റാൻ അധിക സമയം വേണ്ട. അടുത്തിരിക്കുന്ന ആളൊന്ന് കരം കൊടുത്ത് പറഞ്ഞാട്ടെ, എന്നെ മാറ്റാൻ ദൈവത്തിന് അധിക സമയം വേണ്ട. എന്നെ മാറ്റാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, എന്നെ മാറ്റാൻ അധികം സമയം വേണ്ട. എന്നെ മാറ്റാൻ ദൈവത്തിന് അധിക സമയം വേണ്ട. അപ്രതീക്ഷിതമായ സമയത്ത് ചിലത് നമ്മുടെ മേൽ സംഭവിക്കപ്പെടാൻ പോകുകയാണ്. ഈ 12 ദൈവദാസന്മാരാണ് ഇന്ന് ഓർഡിനേഷന് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുന്നതെങ്കിലോ കഴിഞ്ഞ ദിവസം ഓർഡിനേഷൻ കിട്ടിയവരുടെ മേലോ ഒരുപക്ഷെ സംഘടന നിങ്ങളുടെ പേര് കണ്ടില്ല. നിങ്ങൾക്ക് ഈ 12 പേരുടെ ലിസ്റ്റ് നിങ്ങൾ സീനിയോറിറ്റി ഇല്ല ത്തിൻ്റെ പേരിൽ എന്തെങ്കിലും സാഹചര്യം പറഞ്ഞ് നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഇല്ലായിരിക്കാം. പക്ഷെ ഞാൻ ഇന്ന് പകൽ ആത്മനിയോഗത്താൽ പറയുന്നു, കർത്താവിന്റെ കൈവപ്പ് ഇവിടെ നടക്കാൻ പോകുകയാ. ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ ഭരണസമിതിയുടെ കൈവപ്പല്ല, ദൈവത്തിന്റെ കൈവപ്പ്, പരിശുദ്ധാത്മാവിന്റെ കൈവപ്പ് ഇന്ന് പകൽ ഇവിടെ സംഭവിക്കുവാൻ പോകുകയാ. അത് ആരുടെ മേൽ എങ്ങനെ ഫലിക്കപ്പെടുമെന്ന് ഒരുപക്ഷെ എനിക്കറിയാൻ പറ്റത്തില്ല. ദൈവത്തിന് നമ്മളെ മാറ്റാൻ അധിക സമയം വേണ്ട. 25 വർഷം കൊണ്ട് നടക്കാത്തത്, 50 വർഷം കൊണ്ട് നടക്കാത്തത്, ഒരു നൂറ്റാണ്ട് കൊണ്ട് നടക്കാത്തത്, അഹരോന്റെ വടി ഒരു ദിവസം കൊണ്ട് തളർത്തു പൂത്ത് ബദാം വൃക്ഷമായി തീർന്നതുപോലെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഈ ആലയത്തിന്റെ ഈ ഓഡിറ്റോറിയം, ഈ ഹാളിന്റെ ഒരറ്റം മുതൽ മററ്റം വരെ സകല വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ആമേൻ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റമായി ചലിക്കട്ടെ. സ്വോത്രം സ്വോത്രം സ്വോത്ര. ആത്മാവിനൊന്ന് പ്രതികരിച്ചു പറഞ്ഞാട്ടെ, ആത്മാവിനൊന്ന് പ്രതികരിച്ചു പറഞ്ഞാട്ടെ. കർത്തൃദാസിമാരുടെ മേൽ ആ ദൈവകൃപ വ്യാപരിക്കട്ടെ. നിങ്ങളുടെ മക്കളുടെ മേൽ ആ ദൈവകൃപ വ്യാപരിക്കട്ടെ. പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലത് സംഭവിക്കും. പ്രതീക്ഷിക്കാത്ത സമയത്ത് ശൗല് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പൻ്റെ നഷ്ടപ്പെട്ടു പോയ കഴുതകളെ തേടിയാണ്. ബാല്യക്കാരനുമായിട്ട് 3 ദിവസം അലഞ്ഞു തിരിഞ്ഞു നടന്നു. 3-ാം ദിവസം ശൗലിന് മനസ്സിലായി, എൻ്റെ യാത്രയും അന്വേഷണങ്ങളും പരാജയമാണ്. ബാല്യക്കാരനോട് പറഞ്ഞു, തോറ്റവനായി തോൽവി സമ്മതിച്ച് നമുക്ക് മടങ്ങിപ്പോകാമെന്ന് ശൗൽ പറഞ്ഞു. പക്ഷെ അകത്ത് വെളിച്ചമുള്ള ബാല്യക്കാരൻ പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, ശമൂവേൽ എന്ന് പറഞ്ഞൊരു ദൈവഭക്തനുണ്ട്. എന്തായാലും അവൻ്റെ വീട് വരെ പോയി നമുക്കൊന്ന് ദൈവശബ്ദം കേട്ടിട്ട് മടങ്ങിപ്പോകാം. ഒരുപക്ഷെ അവന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ? അപ്പൻ്റെ നഷ്ടപ്പെട്ടു പോയ കഴുതയെ അന്വേഷിച്ചാണ് ശമൂവേൽ പ്രവാചകന്റെ വീട്ടിൽ പോയതെങ്കിലും വചനമറിയാകുന്ന ദൈവദാസന്മാർക്കറിയാം, കീശിന്റെ മകനായ ശൗല് ഒരിക്കലും പ്രതീക്ഷിക്കാതെ അഭിഷേക തൈലത്തിന്റെ കൊമ്പ് അവന്റെ തലമേലൊഴിക്കപ്പെട്ടു. അവനൊരു കഴുതയുടെ ഉടമസ്ഥനായിട്ടല്ല, ഒരു രാജ്യത്തിന്റെ രാജാവാക്കി ദൈവം അവനെ മടക്കി വിടുവാനിടയായി തീർന്നു. മനസ്സിലായവരെ കരമടിച്ചൊന്ന് പറഞ്ഞാട്ട്, പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നമ്മുടെ ഇന്ന് പകൽ ഒരു കൃപാവര് യേശുവിന്റെ നാമത്തിൽ മങ്ങിപ്പോയത്, നഷ്ടപ്പെട്ടു പോയത്, അപകരിക്കപ്പെട്ടത്, ഇന്നലകൾ ചോർന്നു പോയത് യേശുവിൻ നാമത്തിൽ മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയിലേക്ക് മടങ്ങി വരട്ടെ, ശുശ്രൂഷകന്മാരിലേക്ക് മടങ്ങി വരട്ടെ, പ്രവചന ആത്മാവ് മടങ്ങി വരട്ടെ, രോഗശാന്തി മടങ്ങി വരട്ടെ, ഭൂതങ്ങളുടെ മേൽ അധികാരത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, ദൈവത്തിന്റെ കൃപാവരങ്ങൾ മടങ്ങി വരട്ടെ. ആത്മാവിൽ നമുക്ക് പ്രതികരിച്ചു പറയാ, ഞങ്ങൾക്ക് പണമല്ല വേണ്ടത്, ഞങ്ങൾക്ക് സ്ഥാനമല്ല വേണ്ടത്, ഞങ്ങൾക്ക് പദവികളല്ല വേണ്ടത്, ഞങ്ങൾക്ക് ദൈവം കൈമാറുന്ന ഒരു മിനിസ്ട്രിയാണ്, ദൈവം കൈമാറുന്ന ഒരു ശുശ്രൂഷയാണ് വേണ്ടത്. ദൈവം കൈമാറുന്ന ഒരു ശുശ്രൂഷയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അഹരോന്റെ വടി ഒരു ദിവസം കൊണ്ട് പൂത്ത് കായ്ച്ച് ബദാം വൃക്ഷമായതുപോലെ കർത്തൃദാസന്മാരെ,
നിങ്ങൾ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലി എന്ന പ്രസ്ഥാനത്തിന് അഭിമാനമായിരിക്കും. ദൈവസഭയ്ക്ക് നിങ്ങൾ അഭിമാനമായിരിക്കും. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ശുശ്രൂഷ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൂട്ടുപ്രവർത്തകരായ ഞങ്ങൾക്കും അഭിമാനവും അനുഗ്രഹവുമായി തീരട്ടെ. നിങ്ങളെല്ലാവരും പ്രാപ്തന്മാരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. അമ്മേ സ്തോത്രം. എത്രയോ വർഷങ്ങളായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന നിങ്ങൾക്ക് സംഘടന നൽകുന്ന ഏറ്റവും അംഗീകൃതമായ ഈ പദവി സ്നേഹത്തോടെ ആദരവോടെ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഒരു നിമിഷം അമ്മേ എല്ലാവരും ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. കരങ്ങളെ ഒന്ന് ഹല്ലേലൂയ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഓ ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. കുഞ്ഞാളേ വാഴ്ത്തുക, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ഈ ഓർഡിനേഷൻ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് പങ്കുകൊള്ളുവാൻ അങ്ങ് തന്നിരിക്കുന്ന ഈ വലിയ അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞങ്ങൾ ഈ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമായ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് സ്തോത്രം. ദൂതന്മാർ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ദൈവസാന്നിധ്യത്തിൻ്റെ വലിപ്പം ഞങ്ങൾ കാണുവാൻ, ഹല്ലേലൂയ, ഈ ശുശ്രൂഷയിലുടനീളം ദൈവരാജ്യത്തിൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്നത് കാണുവാൻ അങ്ങ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓർഡിനേഷൻ സ്വീകരിക്കുന്ന ഞങ്ങളുടെ ദാസന്മാരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ മേൽ നിയോഗങ്ങൾ, ഹല്ലേലൂയ, മഴ പോലെ വീഴട്ടെ, മഞ്ഞ് പോലെ അത് പെയ്തിറങ്ങട്ടെ. ശരീരത്തിൽ അനുഭവിക്കുന്ന തരങ്ങളിലേക്ക് നിയോഗങ്ങളുടെ വ്യാപാരം ഈ പകൽക്കാരുടെ മേൽ വീഴട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അഹരോന്റെ തലയിൽ വീണ തൈലം പോലെ അഭിഷേകത്തിന്റെ തൈലങ്ങളുടെ മേൽ വീഴുന്നത് കൊണ്ട് സ്തോത്രം. അത് താടിയിലേക്ക് ഒഴുകി ഹല്ലേലൂയ വസ്ത്രത്തിന്റെ വെളുപ്പ് വരെയും നിറയ്ക്കുന്നത് പോലെ ഈ പകൽക്കാലം നിറയപ്പെടുന്ന പകൽക്കാലമായി മാറുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ചൂട്ടാബാലബ ശഖലദറബലബസിയ ലക്ഷ്മനാദിയാരിയന്ധനെ റബാന ഹസ്തനെ ലബന ഹന്ദരാജലധരാദനാസിയാന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ വർധനവിന് വേണ്ടി, സഭയുടെ കെട്ടുപണികൾക്ക് വേണ്ടി അവരെ ഈ പകൽക്കാലം നിയോഗിച്ച് നിറയ്ക്കുന്നത് കൊണ്ട് സ്തോത്രം. നിയോഗിച്ച് അയക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഞങ്ങളുടെ ദാസന്മാർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അവരെ അഭിഷേകം ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. ആത്മനിറവോടെ നിർത്തുന്നത് കൊണ്ട് സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഏറ്റവും പ്രധാന ഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ വ്യക്തമായും സ്ഫുടമായും ഉറക്കെ മറുപടി പറയണമേ എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഇൻ്റർനാഷണൽ സയൻ അസംബ്ലിയുടെ എൻ്റെ വ്യക്തിപരമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളെ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. പ്രിയ കർത്തൃദാസന്മാരെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 66 പുസ്തകങ്ങളടങ്ങിയ ഈ സത്യവേദ പുസ്തകം ദൈവത്തിൻ്റെ വചനമെന്നും സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ വചനം മാനവജാതിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഗോഡ് ബ്ലെസ് യു. കർത്താവ് താങ്കളെ മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്നു എന്നും ലഭിക്കുന്ന ആയുസ് മുഴുവൻ കർത്താവിൻ്റെ വേല ചെയ്തു കൊള്ളാമെന്നും വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും ദൈവജനത്തിന് എല്ലാ കാലഘട്ടത്തിലും മാതൃകയായി ജീവിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവോ? സമയത്തും അസമയത്തും ഒരുങ്ങി ഇരിപ്പാനും വചനം പ്രസംഗിച്ച് താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവവചനത്തെ വിശ്വസ്തയോടെ പരിപാലിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ക്രിസ്തു യേശുവിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഘനശാലിയായി ജീവിച്ച ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ ജാഗ്രതയോടെ കാത്തു സൂക്ഷിപ്പാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാണോ? അന്യത ഉപദേശിക്കരുതെന്ന തിരുവചനം ഉൾക്കൊണ്ട് ഭക്തിക്കൊത്ത ഉപദേശം, സഹിഷ്ണുത, ദീർഘക്ഷമ, വിനയം, ഇന്ദ്രിയജയം എന്നിവയോടുകൂടി വിശുദ്ധ തിരുവെഴുത്തുകൾ വായിച്ചും പഠിച്ചും ധ്യാനിച്ചും ദൈവകൃപാവരങ്ങൾക്ക് പ്രാധാന്യം നൽകി നിങ്ങളുടെ ആയുസ് മുഴുവൻ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ? ദൈവവചന സത്യങ്ങൾ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ വിശ്വാസ പ്രമാണം, ഭരണസമിതിയുടെയും പ്രസിഡന്റിൻ്റെയും തീരുമാനങ്ങൾ എല്ലാ കാലത്തും അനുസരിച്ച്
തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവസഭയ്ക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടർന്ന് പ്രതിഫല ഇച്ഛയില്ലാതെ, ശമ്പളം പ്രതീക്ഷിക്കാതെ, ദ്രവ്യാഗ്രഹം വിട്ടൊഴിഞ്ഞ് കർത്താവിൻ്റെ വേല നിമിത്തം ഒരുപക്ഷെ ജീവൻ നൽകേണ്ടി വന്നാലും, രക്തസാക്ഷിയായി മരിക്കേണ്ടി വന്നാലും ഈ ശുശ്രൂഷ നിങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുമോ? ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ ഭരണഘടന അനുസരിച്ച് താങ്കളെ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പ്രസിഡന്റ് ഭരണസമിതി തീരുമാനമെടുത്ത് എവിടെ ശുശ്രൂഷയ്ക്ക് അയച്ചാലും, പ്രത്യേകിച്ച് നിങ്ങൾ ശുശ്രൂഷിക്കുന്ന പ്രാദേശിക സഭകളിൽ നിന്ന് ഉചിതമായൊരു സ്ഥലം മാറ്റം നിങ്ങൾക്ക് തന്നാൽ, പക്ഷാഭേദങ്ങളും ഭിന്നതകളും ഉണ്ടാക്കാതെ ആ തീരുമാനത്തെ നിങ്ങൾ അംഗീകരിച്ച് നടപ്പിൽ വരുത്തുമോ? താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവിൻ്റെ ദാസന്മാരുടെ ഈ വിലപ്പെട്ട തീരുമാനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഈ തീരുമാനങ്ങളെ കരങ്ങളെ അടിച്ച് നമുക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. താങ്ക് യു ജീസസ്. നിങ്ങളുടെ തീരുമാനങ്ങളെ പ്രാർത്ഥനയോടെ ഒരു പ്രതിജ്ഞയായിട്ട് എന്നോട് ചേർന്നേറ്റ് പറയുക. എല്ലാവരും ഉറക്കെ പറയുക. ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളും ദൈവനിശ്വാസ്യമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഈ തിരുവെടുത്ത് പാരായണം ചെയ്യുവാനും അതിൻ പ്രകാരം ജീവിപ്പാനും ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് തീരുമാനിക്കുന്നു. കർത്താവിനെ അയക്കുന്ന ഏതു സ്ഥലത്തും പോയി ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ ഒരുക്കമാണ്. ദൈവം എൻ്റെ പക്കൽ ഏൽപ്പിക്കുന്ന ദൈവജനത്തെ തിരുവെടുത്തുകൾ പഠിപ്പിക്കുവാനും വാക്കിലും നടപ്പിലും നിർമ്മലതയോടും വിശുദ്ധിയോടും മാതൃകാപരമായ ജീവിതം നയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആത്മീകവും ഭൗതികമായ കാര്യങ്ങളിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. പ്രാർത്ഥന, വചനധ്യാനം എന്നിവയിൽ ഞാൻ മുടക്കം വരുത്തുകയില്ല. മരണപര്യന്തം വിശ്വസ്തനായി കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി എന്നെ തന്നെ സമ്പൂർണമായി ഞാൻ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരുടെ ജീവിത പങ്കാളികൾ ദയവായിട്ട് എഴുന്നേറ്റ് നിന്നാട്ടെ. മഹത്വത്തിൻ രാജനെഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അതിപനവൻ. ശക്തിയോടെ പാടിയാട്ടെ. മഹത്വത്തിൻ രാജനെഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അതിപനവൻ. ദൈവത്തിന്റെ കൃപാവരങ്ങൾ ചൊരിയട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധന്മാരേ, ദൈവശക്തിയുടെ ജ്വലനങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ. അഭിഷേകത്തിന്റെ നിറവ് വ്യാപരിക്കട്ടെ. Special authority, special anointing.
സ്വരം മുഴങ്ങുന്ന കാതുകളിൽ പോയിടാൻ കൊയ്ത്തിനായി വിളങ്ങിയ വയലുകളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് വ്യാപരിക്കട്ടെ. ഒഴിഞ്ഞ കൈകളായി തീരരുതേ ഒരു നാളിൽ സന്നിധിയിൽ വരുമേ. ഒഴിഞ്ഞ കൈകളുമായി നിൽപ്പാൻ ഇടയായി തീരരുതേ. ആത്മാവിന്റെ ചലനങ്ങള് ഇന്ന് മുതൽ നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്.
ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പാസ്റ്റർമാരായിട്ട് പ്രതിഷ്ഠ ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്തൃദാസന്മാർക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിൽ ദൈവോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമസഭയുടെ കാർമ്മിക ശുശ്രൂഷകൾ ചെയ്യുന്നതിന് വേണ്ടി ഇന്റർനാഷണൽ സയൻ അസംബ്ലിയുടെ പ്രസിഡന്റ് പാസ്റ്റർ സിംസൺ സുന്ദർരാജ് പാസ്റ്ററായി പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. മൈ ഗോഡ് ബ്ലെസ് യു. ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ 5 സെൻറ്ററിൻ്റെ ശുശ്രൂഷകരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് ഞങ്ങൾ കരങ്ങളെ അടിച്ച് നിങ്ങളെ ഒന്ന് സ്നേഹചുംബനം ചെയ്ത് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സമയപരിധി കൊണ്ട് ഞങ്ങൾ ഭരണസമിതി നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഭരണസമിതി അംഗങ്ങൾ ഇവരെ കരങ്ങളെ തട്ടി നമുക്ക് ഇന്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ പാസ്റ്റർമാരായി ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കുന്നു. ആമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ജോബി എഡ്വിൻ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽ വായിക്കുന്നതായിരിക്കും. ഈ സമയത്ത് പാസ്റ്റർ ഓരോരുത്തരുടെ സർട്ടിഫിക്കറ്റ് ദയവായി നിങ്ങൾ മുന്നോട്ട് വന്ന് വാങ്ങിക്കേണ്ടതാണ്. എസ് സുനിൽ സുന്ദർ പോൾ, എച്ച് വത്സലം, സിറിൻ പുഷ്പരാജ് ജെ, ഫ്രാൻസിസ് സെൽവരാജ് സി, രാജേന്ദ്രൻ കെ, സ്റ്റീഫൻസൺ ബി, ഷിബു ദേവരാജ്, രാജേഷ് സി, സനീഷ് സാബു, പി ജോൺസ്, ബാബു സി, സ്റ്റീഫൻ എസ്, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം വളരെ സന്തോഷത്തോടുകൂടെ നമുക്കിവിടെ ആയിരിക്കാൻ കർത്താവ് തരുന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ നമ്മുടെ കർത്താവിൻ്റെ ദാസന്മാർക്ക് ഓർഡിനേഷൻ നൽകുന്ന ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നതോർത്ത് ശാലേംപുരി സഭയ്ക്ക് അത് ഹോസ്റ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, വളർത്തട്ടെ, ശക്തീകരിക്കട്ടെ. 2014 ഇതുപോലെ ഞാനും ഇവിടെ വെച്ച് തന്നെ ഓർഡിനേഷൻ സ്വീകരിക്കാൻ ഒരവസരം എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് ശുശ്രൂഷകളിൽ വളരുവാൻ കർത്താവ് അവസരങ്ങളെ തന്നു. ഈ ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കാനും ദൈവം എന്നെ സഹായിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ഓർഡിനേഷൻ, നേരത്തെ പറഞ്ഞതുപോലെ ഓർഡിനേഷൻ എന്ന് വെച്ചാൽ ഒരു നിയോഗമാണ്, അല്ലെങ്കിൽ ഒരു നിയമനമാണ്. കർത്താവ് നെഹമ്യാവിനെ പ്രത്യേകമായി നിയോഗിച്ച് ഒരു വേലയ്ക്ക് വേണ്ടി അയക്കുന്ന, ദൈവം നെഹമ്യാവിനെ നിയോഗിച്ച് ഒരു വേലയ്ക്ക് വേണ്ടി അയക്കുന്ന ഒരു ഭാഗം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നെഹമ്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ. അതുപോലെ നെഹമ്യാവിനെ അയച്ചത് യെരുശലേം ദേവാലയം പണിയാനും അതിൻ്റെ മതിലുകളെ പണിയാനും അതിൻ്റെ അറ്റകുറ്റം തീർക്കുന്നതിന് വേണ്ടിയും തകർന്നു കിടക്കുന്ന ഒരു സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയും
നെഹമ്യാവിനെ അയച്ചതുപോലെ കർത്താവിൻ്റെ ദാസന്മാരായ നിങ്ങളെയും ദൈവം ഈ പകൽക്കാലം അയക്കുകയാണ്. ഹല്ലേലൂയ. അതിൽ നിന്ന് വന്നിരിക്കുന്ന നിയോഗം നെഹമ്യാവിന് രാജാവിൽ നിന്നുണ്ടായതുപോലെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന നിയോഗം കർത്താവിൽ നിന്നാകയാൽ അതിനേക്കാൾ വലിയ രീതിയിൽ അതിനെ പണിയുവാൻ, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ, വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വയൽ പ്രദേശത്തേക്ക് പോകുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കുമാറാകട്ടെ. ചരിത്രത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ജോൺ വെസ്ലി 17.5 ലക്ഷം പേരെ സ്നാനപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് ജോൺ വെസ്ലി. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ജോൺ വെസ്ലി ഇവിടുന്ന് ചന്ദ്രനിൽ പോയിട്ട് മടങ്ങി പകുതി ദൂരം വരുന്ന അത്രയും കിലോമീറ്ററുകൾ അല്ലെങ്കിൽ മൈലുകൾ സഞ്ചരിച്ച് കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ച ഒരു വ്യക്തിയാണ്. കുതിരപ്പുറത്ത് സഞ്ചരിച്ച്, അതാണ് അതിൻ്റെ പ്രത്യേകത. കുതിരപ്പുറത്ത് സഞ്ചരിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തെ അറിയിച്ച ഒരു വ്യക്തിയായിരുന്നു ജോൺ വെസ്ലി. അതുപോലെ തന്നെ അദ്ദേഹം സുവിശേഷം അറിയിച്ച മിക്ക സാഹചര്യങ്ങളിലും അല്ലെങ്കിൽ ഏകദേശം എല്ലാ ദിവസവും അടിയും ഏറിയും വെള്ളം കലക്കി എറിയുന്ന അനുഭവങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് 17.5 ലക്ഷം പേരെ, ഏറ്റവും അധികം പേരെ സ്നാനപ്പെടുത്തിയ ലോക റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്നും കിടക്കുന്നത്. 17.5 ലക്ഷം പേരെ സ്നാനപ്പെടുത്തിയ ആ ദൈവമനുഷ്യനെ ഉപയോഗിക്കാനിടയായിത്തീർന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കതിനേക്കാൾ സാധ്യതകൾ, അന്നുള്ളതിനേക്കാൾ സാധ്യതകൾ ഇന്നുണ്ട്. അന്നുള്ളതിനേക്കാൾ ട്രാൻസ്പോർട്ടേഷൻ സാധ്യതകൾ ഇന്നുണ്ട്. അന്നുള്ളതിനേക്കാൾ എല്ലാ സാധ്യതകളും, സാമ്പത്തിക സാധ്യതകൾ ഇന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതുപോലൊന്ന് കാണാൻ, ഒന്ന് ദർശനം കാണാൻ, ഒന്ന് കാഴ്ചപ്പാടിൽ വളരുവാൻ, ഒന്ന് കണ്ണ് തുറക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവത്തിന് ജോൺ വെസ്ലിയെ ഉപയോഗിച്ച കർത്താവിന് നമ്മളെ അതിനേക്കാൾ അപ്പുറമായി ഉപയോഗിക്കാൻ ശക്തനാണ്, കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് തന്നിരിക്കുന്ന നിയോഗങ്ങൾ പൂർണ്ണ തോതിൽ ഉപയോഗിക്കപ്പെടാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.